വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഏറ്റവും പുതിയ എക്സ്പൾസിൻ്റെ റാലി എഡിഷനായ എക്സ്പൾസ് പ്രോ ആയിട്ടാണ്. 2023 കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഇതിൻ്റെ പേര് മാറ്റി എക്സ്പൾസ് പ്രോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മുടെ നോർമൽ എക്സ്പൾസിനേക്കാളും 1-2 വ്യത്യാസങ്ങൾ മാത്രമേ വണ്ടിക്കുള്ളൂ. എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്. മെയിൻലി വ്യത്യാസം വരുന്നതാണ് ഇതിൻ്റെ ഷോക്സ്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഷോക്ക് അബ്സോർബേഴ്സ് ആണ് വരുന്നത്. പിന്നെ വ്യത്യാസം നിങ്ങൾ കാണാൻ പോകുന്നതായിരിക്കും ഈ ഒരു കളർ സ്കീമിൽ. ഇപ്പോൾ എക്സ്പൾസ് പ്രോ ഈ ഒരു കളർ വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. അതായത് ഒരു വൈറ്റ്, ബ്ലാക്ക് ആൻഡ് റെഡ് എന്നുള്ള കോമ്പിനേഷനിലാണ്. എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ ഹെഡിൽ ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. സസ്പെൻഷൻ ട്രാവൽ കൂടുമ്പോൾ തന്നെ ഓബിയസ്ലി വണ്ടിയുടെ ഹൈറ്റും കൂടും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനൊരു 5 feet 5 ആണ്. എനിക്കൊക്കെ ഈ വണ്ടി കൊണ്ടു നടക്കാൻ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് തീരെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ. മെയിൻലി ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്താണ്. കാരണം നമുക്ക് 2 കാലും വരെയൊക്കെ എത്തില്ല. അപ്പോൾ ഒരു കാലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഒരു 2-3 മിനിറ്റ് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ കാഫൊക്കെ ചെറുതായിട്ടൊന്ന് വേദന എടുക്കാൻ തുടങ്ങും. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഹൈവേയിലാണെങ്കിലും ഈവൻ നമ്മൾ ചെറിയ ഓഫ് റോഡ്സ് ഒക്കെ ആണെങ്കിലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് കാലെത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ചെറിയ ഓഫ് റോഡ്സ് ഒക്കെ പോകുമ്പോൾ കാല് കുത്താൻ നമ്മൾ മാക്സിമം നോക്കൂല. എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനേ നോക്കുള്ളൂ. ഈ ഒരു വണ്ടി എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു 5'9" ആൻഡ് അബവ് ആൾക്കാർ നോക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. എന്ന് വെച്ചാൽ 5'9" താഴെയുള്ള ആൾക്കാർ എടുക്കേണ്ട എന്നല്ല, അവർക്കായിരിക്കും കുറേ കൂടി കംഫർട്ടബിൾ. ഇപ്പോൾ നിങ്ങളൊരു ഡെയിലി കമ്മ്യൂട്ടിനാണ് ഈ വണ്ടി എടുക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ 5'9" താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ നിങ്ങൾ ഈ വണ്ടി നോക്കണ്ട എന്നേ പറയുള്ളൂ. സിറ്റി ട്രാഫിക്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതല്ല നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ട്സ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, വീക്കെൻഡ് റൈഡ്സ്, അതേപോലെ നിങ്ങൾക്ക് ഓഫ് റോഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ സാധാ എക്സ്പൾസ് തീരെ മോശമാണെന്നൊന്നല്ല, അതിനേക്കാളൊക്കെ കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ തോന്നും. കാരണം എവിടെ ഒന്നും തട്ടാനോ മുട്ടാനോ ഒന്നും പോകുന്നില്ല, എവിടെ നിന്നും കയറിപ്പോയിക്കോളും. പിന്നെ നിങ്ങൾക്കൊരു വ്യത്യാസം കാണാൻ പോകുന്നതിൻ്റെ ഗിയർ ലിവറാണ്. ഗിയർ ലിവർ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് ഫുട്ടർസിൽ നിന്ന്. അത് നമ്മൾ ഈ ബൂട്ടൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആണ്. അതല്ല നമ്മൾ ചെരുപ്പ് അല്ലെങ്കിൽ സാധാ ഷൂസൊക്കെ ഇട്ട് ഓടിക്കാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് തപ്പി കളിക്കാൻ സാധ്യതയുണ്ട്. സാധാ എക്സ്പൾസും റാലിയും തമ്മിലുള്ള വ്യത്യാസം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാനൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. 2023 അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ സാധാ എക്സ്പൾസ് ആണെങ്കിലും ഈ പ്രോ സീരീസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹാൻഡ് ഗാർഡ്സ് ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയ ഹാൻഡ് ഗാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഗ്യാപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് വണ്ടി ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിവേഴ്സ് ഒന്നും അത്ര സേഫ് ആയിരിക്കില്ല എന്ന് മാത്രം. ഹെഡ് ലാംപ്സിലേക്ക് വരുമ്പോൾ ഒരു ഫുള്ളി LED ഹെഡ് ലാംപ്സ് ആണ്. ലോബിയും പ്രൊജക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിസിബിലിറ്റി വീണ്ടും കുറവ് തന്നെയാണെന്ന് തന്നെ പറയണം. നമ്മൾ പിച്ച് ഡാർക്ക് റോഡ് അല്ലെങ്കിൽ ഹൈവേസിലോട്ടൊക്കെ പോകുമ്പോൾ ചെറിയൊരു വിസിബിലിറ്റി നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓണർ ചെറിയൊരു ഫോഗ് ലാംപ്സ് വെച്ചിട്ടുണ്ട്. ഇത് HG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മിനി ഡ്രൈവ് എന്ന് പറഞ്ഞ സീരീസാണ്. ഒരുമാതിരിപ്പെട്ട എക്സ്പൾസിലേക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു മോഡലാണ്. വളരെ കോമ്പാക്റ്റ് ആണ്, ഒതുങ്ങി സൈഡിൽ ഇരുന്നോളൂ. ഇതിലേക്ക് 2 ഷെയ്ഡ് വരുന്നുണ്ട്, യെല്ലോവും വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 2500 റുപ്പീസിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഈ ഇൻഡിക്കേറ്റേഴ്സ് അവർക്കൊന്ന് മാറ്റാമായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റേഴ്സ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ടൈഡി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഡ്യൂക്കിൻ്റെ പോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ഒതുങ്ങിയിരുന്നോളും. അങ്ങനെ താഴെ ഒന്നും വീണാൽ പെട്ടെന്നൊന്നും എവിടെയും തട്ടി പൊട്ടത്തൊന്നുമില്ല. അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റി കുറച്ചുകൂടി ഒരു കോമ്പാക്ട് ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നെങ്കിൽ കാണാൻ കുറേ കൂടി ഭംഗിയായിരുന്നേ. ഈവൻ പ്രാക്ടിക്കാലിറ്റി വൈസും നന്നായിരുന്നേ. പിന്നെ എക്സ്പൾസ് പ്രോയിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹാൻഡിൽ ബാർ റൈസേഴ്സ് സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. വിച്ച് നമ്മളൊരു ഹൈവേ റൈഡ്സ് അല്ലെങ്കിൽ ലോങ് റൈഡ്സ് ഒക്കെ കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോകാം. ഇല്ലെങ്കിൽ നമ്മളൊരു 1500-2000 റുപ്പീസ് കൊടുത്തൊരു ഹാൻഡിൽ ബാർ റൈസേഴ്സ് വെക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. മൊത്തത്തിൽ വണ്ടിയുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചൊക്കെ മെച്ചപ്പെടാനുണ്ട്. സീറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടാണ് ഈ സീറ്റ് തോന്നിയത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 hour ആയിട്ട് കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ടായിട്ടൊന്നും തോന്നിയില്ല. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിൽ ചെറിയൊരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പുതിയ എക്സ്പൾസിൽ സീറ്റ്സ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എക്സ്പൾസ് പ്രോ അല്ലെങ്കിൽ നോർമൽ എക്സ്പൾസ് യൂസ് ചെയ്യുന്നവർ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ കുറേ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സീറ്റ്സ് കൂടാതെ റാലി സീറ്റ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ സീറ്റ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലെത്തേണ്ട കാര്യം അങ്ങ് മറന്നേക്കാൻ തന്നെ പറയാം. നമ്മൾ വല്ല ഏണി വല്ലതും കൊണ്ട് നടക്കേണ്ടി വരും ഇതിൽ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ ട്രാവൽ കൂടുതലായതുകൊണ്ട് തന്നെ ഹൈറ്റും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഞാനിപ്പോൾ ഇത്രയും നേരം ഓടിച്ചു തന്നത് ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് കയറാനും വയ്യ, ഇറങ്ങാനും വയ്യ, എന്തൊരു വണ്ടി ഇതെന്ന് ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്. സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 891 mm ആണ് വരുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് ഹൈ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5'9" and above ആൾക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എന്ന് വെച്ച് 5'9" താഴെയുള്ള ആൾക്കാരെ കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നല്ല. ഈവൻ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും 161 kgs ഉണ്ടെങ്കിൽ കൂടിയും അത് നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല. വണ്ടി വളരെ ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സീറ്റ്സിൽ എനിക്കൊരു ചെറിയ നെഗറ്റീവ് തോന്നിയത് എസ്പെഷ്യലി മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു കോർണേഴ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാൻസ് ഇപ്പോഴും കണ്ടോ അതിൽ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തതിൻ്റെ ആയിരിക്കണം ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നില്ല. അത് നമ്മൾ വല്ല തുണി എടുത്ത് തുടച്ച് കളയേണ്ടി വരും. ഇല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാൻസിൻ്റെ ഈ സൈഡൊക്കെ നനയാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. അത് ഈ ഒരു വണ്ടിയുടെ മാത്രം കുഴപ്പമാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ എക്സ്പൾസ് പ്രോയിലാണെങ്കിലും സാധാ എക്സ്പൾസിലാണെങ്കിലും ഒരു ടോൾ വിൻഡ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതാണ് ഈ വണ്ടിയുടെ ക്രാഷ് ഗാർഡ്സ്.
ക്രാഷ് കാർഡ് സ്റ്റോക്കായിട്ട് തന്നെ വരുന്ന നമ്മൾ ആക്സസറീസിൽ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതല്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നുമില്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. ഇതൊരു ചെറിയ വീഴ്ച വീണപ്പോൾ ഇത് ക്രാഷ് കാർഡ് ബെൻഡായി ടാങ്കിൽ വന്ന് മുട്ടിയതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ബൈസൺ, മോട്ടോ കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡുകളുടെയൊക്കെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ്സ് വരുന്നുണ്ട്. അത് വാങ്ങി വെച്ചാൽ വണ്ടി കുറേ കൂടി സേഫ് ആയിരിക്കും. അതിന് നിയർലി ഒരു 4500 to 5000 റുപ്പീസാണ് വരുന്നത്. അത് വാങ്ങി വെക്കുന്നതിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ട് നിങ്ങൾ കാണണ്ട. കാരണം നിങ്ങൾ ഓഫ് റോഡ്സൊക്കെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഹീറോ ആയതുകൊണ്ട് തന്നെ സൈലൻസിൻ്റെ ഈ ഹീറ്റ് ഷീൽഡ് പ്ലാസ്റ്റിക് ആണ്. ഇപ്പോൾ താഴെ വീണത് സ്ക്രാച്ച് ആയാലും നമുക്കിത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നിയർലി ഒരു 300-400 റുപ്പീസിനുള്ളത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളതാണ് ഈ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയും മൈലേജും. ഒരു 13 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്കാണ് രണ്ട് എക്സ്പൾസിനും വരുന്നത്. മൈലേജ് നമുക്കൊരു 35 to 40 ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വണ്ടി പുതിയതായതുകൊണ്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കൊരു 30 ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ ഓണറിന് ആവറേജ് കിട്ടുന്നത്. അതൊരു സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് ഒക്കെ ആകുമ്പോഴേക്കും പതുക്കെ മൈലേജ് കയറി വന്നോളൂ. വണ്ടിയിൽ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡ് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 90 km/h എന്നേ പറയുള്ളൂ. അതിന് മേലെ വണ്ടി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കയറും. പക്ഷേ എഞ്ചിൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. BMC എന്ന ബ്രാൻഡിൻ്റെ പെർഫോമൻസ് എയർ ഫിൽറ്റർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് കുറേയൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു വ്യത്യാസം വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളതാണ് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പവർ തന്നെ ഉണ്ടെന്ന് തന്നെ പറയണം. സിംഗിൾ ചാനൽ ABS മാത്രമാണ് വരുന്നത്. 3 ABS മോഡ്സും വരുന്നുണ്ട്, റോഡ്, ഓഫ് റോഡ് ആൻഡ് റാലി. പിന്നെ പറയാനുള്ളതാണ് ഈ വണ്ടിയുടെ ഗിയർ ബോക്സ്. ഒരു ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് ക്ലങ്കി ഫീലാണ്. പിന്നെ നമ്മൾ സിറ്റി ട്രാഫിക്കിൽ പോകുമ്പോൾ അത്യാവശ്യം വണ്ടി ഹീറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് ഗിയറിന് അബവ് വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്താണ്. എൻ്റെ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ കയറാൻ ഇറങ്ങാനൊക്കെ ചെറിയൊരു ചടങ്ങായിരിക്കും. ഒന്നുമില്ല, ബേസിക്കലി സൈഡ് സ്റ്റാൻഡ് ഇടാം, സൈഡ് സ്റ്റാൻഡിൽ ചവിട്ടി പിടിച്ചാണ്ട് കയറാം, അത്രേ ഉള്ളൂ. എൻ്റെ ഹൈറ്റുള്ള ആൾക്കാർക്കൊന്നും രണ്ട് സൈഡും ഈസിലി കാല് എത്തത്തില്ല. നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ഏന്തി കുത്തിയൊക്കെ വേണ്ടി വരും. കണ്ടോ, ഞാനിപ്പോൾ റൈറ്റ് സൈഡിലാണ്. അത് സ്വിച്ച് ചെയ്യാം, നേരെ കണ്ടോ, ഇത് ലെഫ്റ്റ് സൈഡ് പിടിച്ച് നിൽക്കാം. പിന്നെ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഗിയറിലിട്ട് വണ്ടി ഓഫ് ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. വീണ്ടും സിഗ്നൽ ഓൺ ആയി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് പോകാം, അത്രേ ഉള്ളൂ. മിറേഴ്സിന് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, അത് പറയുക തന്നെ വേണം. ഇതൊരു പുതിയ വണ്ടി ആയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ആകെ 800 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. എനിക്കങ്ങനെ വൈബ്രേഷൻസ് ഒന്നും കാര്യമായിട്ട് ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഹയർ RPMസിലൊക്കെ പോകുമ്പോൾ, ഒരു 7000 RPM ഒക്കെ അടുക്കുമ്പോൾ ഫുഡ് റെസ്റ്റിൽ ചെറിയൊരു വൈബ്രേഷൻ കിട്ടുന്നതല്ലാണ്ട് എനിക്ക് ടാങ്കിൻ്റെ സൈഡിൽ നിന്നൊന്നും അങ്ങനെ വൈബ്രേഷൻ ഒന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് പറയണം തോന്നുന്നു. ഇനി മൂവിങ് ഫോർവേഡ് ഇതിൽ വൈബ്രേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ആസ് ഓഫ് നൗ ഇതിലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കണ്ടോ, ഞാനിപ്പോൾ ട്രാഫിക്കിലേക്ക് ഇറങ്ങി, ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ വണ്ടി അത്യാവശ്യം ഹീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ട്രാഫിക്കിലേക്ക് കയറി ഹീറ്റിംഗ് തുടങ്ങി. എക്സ്പ്രസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സിറ്റി ട്രാഫിക്കിൽ അത്യാവശ്യം ഹീറ്റിംഗ് നമുക്ക് അറിയാൻ പറ്റും. ചെരുപ്പൊക്കെ ഇട്ട് ഓടിക്കാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാറുകൾക്ക് നല്ലത്. പൊതുവേ ചെരുപ്പിട്ട് വണ്ടി ഓടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. എങ്കിലും നിങ്ങൾക്ക് മഴക്കാലമൊക്കെയാണ് ചെരുപ്പൊക്കെ ഇട്ട് ഓടിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം സിറ്റി ട്രാഫിക്കിൽ അത്യാവശ്യം ഹീറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എക്സ്പൾസ് പ്രോയുടെ എൻ്റെ ഒരു റൈഡ് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.